2023 സ്റ്റെപ്സ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇത് 7ാം ക്ലാസ്സിന്റെ വ്യക്തിയും സമൂഹവും എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 5ാം ക്ലാസ്സിന്റെ പാഠപുസ്തകത്തിൽ നമ്മുടെ കുടുംബം എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ടും ഇതിനെ റിലേറ്റ് ചെയ്യാവുന്നതാണ്. ചോദ്യം നിങ്ങളൊന്ന് പാസ് ചെയ്യുക. പാസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കി ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾ അനുയോജ്യമായ ശീലങ്ങളായി കണക്കാക്കുന്നത്. ഓക്കെ, വീഡിയോ ഒന്ന് പാസ് ചെയ്യുക. ഞാൻ ഉത്തരം പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ കൂട്ടുകാരൻ ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യക്തിയാണെന്ന് ഉറപ്പാക്കാൻ സഹായിക്കുന്ന ശീലങ്ങൾ, അതായത് നല്ല ശീലങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നോക്കുക, ഒരാൾ പറയുന്നത് കേട്ടതിന് ശേഷമേ അതിന് മറുപടി പറയാറുള്ളൂ. അപ്പൊ ആരെങ്കിലും സംസാരിക്കുന്നതിന് ഇടയിൽ കയറി സംസാരിക്കുന്നത് ജനാധിപത്യ മൂല്യമാണെന്ന് പറയാൻ കഴിയുമോ? ഇല്ല. മാലിന്യങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് മാത്രമേ നിക്ഷേപിക്കാറുള്ളൂ. അത് നല്ല കാര്യമാണ്. ആദ്യം പറഞ്ഞതും നല്ല കാര്യമാണ്. ഇപ്പൊ ഒരു ബോർഡ് വെച്ചേക്കുന്നു, ആ ബോർഡിൽ പറഞ്ഞേക്കുന്നത് ഇവിടെ തുപ്പരുത്. നമ്മളെ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട്, ഇവിടെ തുപ്പരുത് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ തുപ്പും, ഇവിടെ മാലിന്യം ഇടരുതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മാലിന്യം ഇടും. അത് ശരിയാണോ? അല്ല. മാലിന്യങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് മാത്രമേ നിക്ഷേപിക്കാറൂ. എന്നിൽ നിന്നും എന്തെങ്കിലും കാര്യം സാധിച്ചെടുക്കേണ്ടുന്ന സന്ദർഭങ്ങളിൽ വളരെ വിനയത്തോടുകൂടി മാത്രമേ പെരുമാറാറുള്ളൂ. അതായത് നമ്മൾ മറ്റൊരാളിൽ നിന്ന് നമുക്കൊരു ആവശ്യമുണ്ട്, അപ്പൊ നമ്മൾ അവനെ എന്ത് ചെയ്യും? അവനോട് നല്ല രീതിയിൽ പെരുമാറി അവൻ നമ്മുടെ ആവശ്യം സാധിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഈ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? അല്ല, ഇത് ശരിയായിട്ടുള്ള കാര്യം അല്ല. നമ്മളൊരു വ്യക്തിയോട് ഏത് സമയവും നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറേണ്ടത്. നമ്മളൊരു ആവശ്യകത മുൻനിർത്തിക്കൊണ്ട് നമ്മൾ വളരെ വിനയത്തോടു കൂടി അല്ലെങ്കിൽ തെറ്റായ മാർഗത്തിലൂടെ അദ്ദേഹത്തിനെ പ്രോംപ്റ്റ് ചെയ്യുന്നത് എന്തായില്ല, ശരിയായിട്ടുള്ള ഒരു പ്രവണത അല്ല. ഒരു തീരുമാനമെടുക്കുമ്പോൾ കൂട്ടുകാർക്ക് കൂടി ഗുണകരമാണോ എന്ന് പരിശോധിക്കാറുണ്ട്. നല്ല കാര്യം. സാമ്പത്തിക ശേഷിയുള്ളവരുമായി മാത്രമേ കൂട്ടുകൂടാറുള്ളൂ. ഈ പറഞ്ഞത് ഏറ്റവും അവസാനത്തെ തെറ്റായിട്ടുള്ള ശീലമാണ്. സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ ഒരു കൂട്ടുകാരന്റെ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ചിന്തിക്കുക. സാമ്പത്തിക ശേഷിയുള്ളവരുമായി മാത്രമേ കൂട്ടുകൂടാറുള്ളൂ. ഈ പറയുന്നത് തെറ്റാണ്. അത് തെറ്റായിട്ടുള്ള ഒരു ശീലമാണ്. അപ്പൊ ഈ ഉത്തരങ്ങൾ എഴുതിയാൽ 3 മാർക്ക് ലഭിക്കും. ഇതേ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടത് 7ാം ക്ലാസ്സിന്റെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ആനുവൽ എക്സാമിനും ഈ ഒരു ടോപ്പിക്ക് ചോദിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നവർ ആരെല്ലാമാണ്? ഇല്ലെങ്കിൽ സാമൂഹീകരണ ഏജൻസികൾ, ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ ആരൊക്കെയാണ്? നമ്മുടെ വളർച്ചയിൽ പങ്കുവഹിക്കുന്നവർ ആരെല്ലാമാണ്? സാമൂഹീകരണ സഹായികൾ ആരെല്ലാമാണ്? ഇത് ഏത് ചോദിച്ചാലും ഇതിന്റെ ഉത്തരത്തില് കുടുംബം, കൂട്ടുകാർ, വിദ്യാലയം, മാധ്യമങ്ങൾ, അയൽക്കാർ, അധ്യാപകർ തുടങ്ങിയവർ വരുന്നു. നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങളെ ജീവിതത്തെ സഹായിക്കുന്നത് ആരെല്ലാമാണ്? നമ്മുടെ കുടുംബമുണ്ട്, നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ കൂട്ടുകാരുണ്ട്, വിദ്യാലയമുണ്ട്, പത്രമാധ്യമങ്ങളുണ്ട്, അയൽക്കാരുണ്ട്, അധ്യാപകരുണ്ട്, നമ്മുടെ രാഷ്ട്രം, രാജ്യം നമ്മളെ സഹായിക്കാറുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുന്നു. ഈ രാഷ്ട്രത്തിന്റെ കാര്യം പറയാനുള്ള കാരണം ഈ അടുത്തിടെ 2024 നടന്ന ഒരു PSC എക്സാമിന് ഈ ഒരു ടോപ്പിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം നമുക്ക് തൊട്ട് പിറകിൽ കാണാം, അടുത്ത പേജിൽ കാണാം. നമുക്ക് അതിനെ മറ്റൊരു പേര് കൂടെ, ഒരു ടോപ്പിക്കും കൂടെ കേൾക്കാം. സാമൂഹീകരണം എന്നുള്ളതാണ് വാക്ക്. 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ 6ാം ക്ലാസ്സുകാരാണ്. സാമൂഹീകരണം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം. ഇപ്പൊ ഒരു കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടി അവന്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നു, അവന്റെ കൂട്ടുകാരുമായിട്ട് ബന്ധപ്പെടുന്നു. മീൻസ് അവന് എന്ത് ചെയ്യാൻ കഴിയുന്നു? തന്റെ സമൂഹത്തിന്റെ ചെറു പതിപ്പ് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ അവൻ വളർന്നു ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സമൂഹത്തിൽ ഇടപഴകാൻ പഠിക്കുന്നു. ഒരു സമൂഹത്തിൽ ഏതെല്ലാം രീതിയിലാണ് പെരുമാറേണ്ടത് എന്നുള്ള കാര്യം പഠിക്കുന്നു. ഇങ്ങനെ ഒരു വ്യക്തിയെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം. നേരത്തെ ഇപ്പോൾ പറഞ്ഞ ചോദ്യം, സ്റ്റെപ്സിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം, സാമൂഹിക ബന്ധം മെച്ചപ്പെടുത്താൻ ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? നേരത്തെ 2 തെറ്റായിട്ടുള്ള കാര്യം പറഞ്ഞായിരുന്നു, അത് ചെയ്യാൻ പാടില്ല. ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ സാമൂഹിക ബന്ധം ഉടലെടുക്കുന്ന സന്ദർഭങ്ങൾ എന്തെല്ലാമാണ്? ഇവിടെ നമ്മുടെ പുസ്തകത്തിൽ ടിക്ക് ചെയ്യാനുള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നു 7ാം ക്ലാസ്സിന്. അത് നമുക്ക് വായിക്കാൻ വേണ്ടി നൽകുന്നു. ധാരാളം സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ആദ്യമേ പറഞ്ഞെന്തായിരുന്നു?
സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സമ്പത്തുള്ളവരുമായി മാത്രം കൂട്ടുകൂടാൻ ഇഷ്ടപ്പെടുന്നു. അല്ല, അത് തെറ്റും. ഇവിടെ ധാരാളം സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഒഴിവ് സമയം കൂട്ടുകാരോടൊത്ത് ചെലവഴിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. എല്ലാ കാര്യവും കുഴപ്പമൊന്നുമില്ല. ഞാൻ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്നു. കൂട്ടുകാരുടെ പ്രശ്നങ്ങൾ ഞാൻ സഹാനുഭൂതിയോടെ കേൾക്കുന്നു. കൂട്ടുകാരുടെ വിഷമങ്ങൾ പരിഹരിക്കാൻ ഞാൻ താല്പര്യം കാണിക്കുന്നു. എന്റെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു. ഞാൻ വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നു. വിമർശനങ്ങളെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മളെ കുറിച്ചൊരാള് അദ്ദേഹത്തിന്റെ വീക്ഷണ പോയിന്റുകൾ അവതരിപ്പിക്കുന്നു. അത് പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. എങ്കിലും അത് പറയുന്നത് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് സോഷ്യലൈസേഷന്റെ വലിയൊരു ഭാഗമാണ്. ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നു. ആഘോഷങ്ങളിൽ ഞാൻ സജീവ പങ്കാളിയാണ്. ഞാൻ സ്കൂളിലെ കലാകായിക പ്രവർത്തനങ്ങൾ പങ്കെടുക്കാൻ ഇഷ്ടപ്പെടുന്നു. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പോസിറ്റീവാണ്, നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളാണ്. ഈ പറഞ്ഞ ഞാൻ ഈ വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നതിന് മറ്റൊരു എക്സാമ്പിൾ ആയിട്ട്, ഇപ്പോൾ നമ്മുടെ ക്ലാസ്സില്, ഇപ്പൊ നമ്മൾ 6ാം ക്ലാസ്സുകാരാണ്, നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഒരുത്തൻ വന്ന് ഇടിക്കുന്നു എന്ന് വിചാരിക്കാം. നമ്മൾ കുരുത്തക്കേട് കാണിച്ചിട്ടായിരിക്കും നമ്മൾക്ക് ഇടികൊള്ളുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്നു. നമ്മൾ സ്വാഭാവികമായി തിരിച്ചവനെ ഉപദ്രവിക്കുന്നു. അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും മോശമായിട്ടുള്ള വാക്ക് പറയുന്നു, നമ്മൾ അതിനേക്കാളും നല്ല മോശമായിട്ടുള്ള വാക്ക് തിരിച്ചു പറയുന്നു. അപ്പോൾ ഈ ഒരു രീതി നല്ലതാണോ? അല്ല. ഇപ്പോൾ അവൻ നമ്മൾ ഉപദ്രവിച്ചുവെങ്കിൽ നമ്മൾ അവനെ തിരിച്ചുപദ്രവിക്കുന്നതിനേക്കാളും അത് ടീച്ചേഴ്സിനോടോ മാതാപിതാക്കളോടോ പറയുക, പിന്നെ അത് ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പം നമ്മളോട് ഒരാൾ മോശമായിട്ട് സംസാരിക്കുന്നു, നമ്മൾ അതേപോലെ തിരിച്ച് മോശമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നമ്മൾ അത്രയും മോശക്കാരനായതുകൊണ്ടല്ലേ. അപ്പൊ ആ രീതിയിലുള്ള ചിന്തയും കൂടെ വരണം. ഇനി USSന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. 2014 മുതൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ട്. സാമൂഹീകരണ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. സാമൂഹ്യ പ്രക്രിയയ്ക്ക് അനുയോജ്യമല്ലാത്ത പ്രസ്താവന. ഒഴിവ് സമയം കൂട്ടുകാരോടൊത്ത് ചെലവഴിക്കുന്നു. പുസ്തകത്തിൽ അതേ പോയിന്റാണ്. കൂട്ടുകാരുടെ പ്രശ്നങ്ങൾ സഹാനുഭൂതിയോടെ കേൾക്കുന്നു. ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഇതെല്ലാം പുസ്തകത്തിൽ അതേ പോയിന്റുകൾ തന്നെയാണ്. പഠനത്തെ ബാധിക്കുമെന്നതിനാൽ കലാകായിക പ്രവർത്തനങ്ങൾക്ക് ഞാൻ സമയം പാഴാക്കാറില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഇത് തെറ്റാണ്. കലാകായിക പ്രവർത്തനങ്ങളും നമ്മുടെ പഠനത്തിന്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ശാരീരികപരമായും മാനസികപരമായും മെച്ചങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യവും തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു വ്യക്തി മറ്റുള്ളവരെ ആശ്രയിക്കാൻ ആരംഭിക്കുന്നത് അവന്റെ ജനനം മുതലാണ്. മരണം വരെയും ഈ രീതിയിൽ അവൻ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വ്യക്തികളെ ഉൾക്കൊള്ളുന്ന വലിയ സംഘമാണ് സമൂഹം എന്ന് പറഞ്ഞത് ഗ്രീനാണ്. USSന്റെ ചോദ്യം ഈ കൊടുത്തിരിക്കുന്ന ഗ്രേ കളറിൽ കൊടുത്തിരിക്കുന്ന പേജാണ്. ഇത് അഡീഷണൽ വായിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം സ്റ്റെപ്സിന്റെ ചോദ്യമാണ്. സ്റ്റെപ്സ്. സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഏത് മാസത്തിലാണ്? സാമ്പത്തിക വർഷം ഏപ്രിൽ 1-നാണ് സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് മാർച്ച് 31. മാർച്ച് 31 കഴിഞ്ഞാൽ ഫസ്റ്റ് അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1-ആണ്. അപ്പോൾ ഏപ്രിൽ 1-ന് സാമ്പത്തിക വർഷം ആരംഭിക്കുന്നു. മാർച്ച് 31-ന് സാമ്പത്തിക വർഷം അവസാനിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി KM മാണിയാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പുസ്തകത്തിൽ പഠിക്കാനൊന്നുമില്ല. PSCക്കാർക്ക് ഒരുപക്ഷെ പ്രയോജനപ്പെടും. നമുക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ല. അടുത്തത് ഈ ഒരു ചോദ്യത്തിന്റെ ടൈപ്പ് ശ്രദ്ധിച്ചേക്കുക. താഴെ പറയുന്ന സവിശേഷതകളുള്ള ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇപ്പോ ഇത് ഭൂപ്രകൃതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ ഭൂപ്രകൃതി നമുക്ക് 7ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അതല്ല, ഇവിടെ കേരളമാണ്. തൊട്ട് മുകളിലൊരു ഭാഗം കൂടെ ഉണ്ടായിരുന്നു കേരളത്തിനെ കുറിച്ച്. കേരളത്തിന്റെ ഭൂപ്രകൃതിയെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ നമുക്കറിയാം ദ ഫിസിയോഗ്രഫി ഓഫ് കേരള ഈസ് ക്ലാസിഫൈഡ് ഇൻടു 3: ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോലാൻഡ് അല്ലെങ്കിൽ കോസ്റ്റൽ റീജിയൻ. HML എന്ന് പറയുന്ന കോഡ്. HML ലീഗിലാന്ന് ആലോചിച്ചാലും മതി. ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോലാൻഡ് അല്ലെങ്കിൽ കോസ്റ്റൽ റീജിയൻ. മലനാട്, ഇടനാട്, തീരപ്രദേശം. ഈ പറയുന്ന സവിശേഷത, ഇവിടെ 2 സവിശേഷത കൊടുത്തിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭൂപ്രകൃതി വിഭാഗം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏറ്റവും അധികം വിള വൈവിധ്യമുണ്ട്. ക്രോപ്പ് ഡൈവേഴ്സിറ്റി, വിള വൈവിധ്യം. ഈ വിള വൈവിധ്യം എന്ന് പറയുന്ന പോയിന്റ് കേൾക്കുമ്പോഴേ ആലോചിക്കുക അത് മിഡ്ലാൻഡ് ആണ്. ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ കൃഷി രീതികൾ ഉള്ളത്, കാർഷിക വിളകൾ ഉള്ളത് മിഡ്ലാൻഡിലാണ്.
അതാലോചിക്കുക. ലാറ്ററൈറ്റ്, എക്കൽ മണ്ണ് എന്നീ മണ്ണിനങ്ങൾ കൂടുതലാണ്. ഈ ഒരു പോയിന്റ് ഒരു പക്ഷേ സംശയം ഉണ്ടാക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ലാറ്ററൈറ്റ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം എക്കൽ മണ്ണാണ്. ഏറ്റവും ഫലഭൂയിഷ്ഠമായ മണ്ണ് എക്കൽ മണ്ണാണ്. ആലോചിച്ചാണ്. വൺ വേർഡ് ചോദ്യങ്ങളൊന്നും കൂടെ പറയട്ടെ. നമ്മുടെ മണ്ണിനങ്ങളെ കുറിച്ചുള്ള വൺ വേർഡ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം എക്കൽ മണ്ണാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ്. ഏറ്റവും ഫലഭൂയിഷ്ഠമായ മണ്ണിനം എക്കൽ മണ്ണാണ്. ഓക്കെ. അപ്പോ ഈ ലാറ്ററൈറ്റ് എക്കൽ മണ്ണും കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്ന് പറയുന്നു. ഇതൊരു പക്ഷേ സംശയം ഉണ്ടാക്കാം. എക്കൽ മണ്ണ് കോസ്റ്റൽ റീജിയനിൽ വരാറില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലോലാൻഡിൽ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണ്. എന്നാലും ഫസ്റ്റ് പോയിന്റ് മിഡ്ലാൻഡുമായിട്ട് പൂർണ്ണമായിട്ടും ബന്ധപ്പെട്ടതാണ്. ഏറ്റവും അധികം വിള വൈവിധ്യമുണ്ട്. നമ്മുടെ പുസ്തകത്തില് 6ാം ക്ലാസ്സിന്റെ 3ാമത്തെ യൂണിറ്റ് കേരളം മണ്ണും മഴയും മനുഷ്യനും എന്ന് പറയുന്ന ചാപ്റ്ററിൽ കേരള ദ ലാൻഡ്, ദ റെയിൻ ആൻഡ് ദ പീപ്പിൾ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏറ്റവും അധികം വിള വൈവിധ്യമുള്ളത്, ക്രോപ്പ് ഡൈവേഴ്സിറ്റി ഉള്ളത് മിഡ്ലാൻഡ് ആണ്. ഓക്കെ. അപ്പോ നമ്മൾ പറയുന്ന ഈ ഒരു ടോപ്പിക്കാണ് മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെയാണ് നമ്മുടെ ഭൂപ്രകൃതിയെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നത്. അതിന്റെ അളവ് കൂടി പഠിച്ചിരിക്കുക. സംശയമൊന്നുമില്ല. എല്ലായിടത്തും 75 എന്നങ്ങ് ആദ്യമേ എഴുതുക. 75 75 75. എന്നിട്ട് ആദ്യത്തിന് പോയിന്റ് കൊടുക്കുക. 7.5 മീറ്ററിന് താഴെ. അടുത്തത് 7.5 മീറ്റർ തൊട്ട് 75 വരെ. അടുത്തത് 75 മീറ്ററിന് മുകളിൽ. അതാണ് ഉയരം പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമാണ് ഈ കൊടുത്തിരിക്കുന്നത്. 7.5 മീറ്ററിൽ താഴെയാണെങ്കിൽ തീരപ്രദേശം, 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണെങ്കിൽ ഇടനാട്, 75 മീറ്ററിന് മുകളിലാണെങ്കിൽ മലനാട്. ഇനി ഈ ചോദ്യം PSC ചോദിച്ചതാണ്. സ്റ്റെപ്സുമായിട്ട് ബന്ധപ്പെട്ടതല്ല, USSുമായിട്ട് ബന്ധപ്പെട്ടതല്ല. പക്ഷെ PSC നമുക്ക് പരീക്ഷ എഴുതി ജോലി കിട്ടാൻ വേണ്ടിയുള്ള നമ്മുടെ PSC പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ താഴെ വിവരിച്ചിരിക്കുന്നത് ഏതാണെന്ന് സൂചനകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുക. ഏറ്റവും കൂടുതൽ ജനവാസമുള്ള മേഖല. അപ്പൊ നമുക്ക് സംശയം വരാം, മിഡ്ലാൻഡ് അല്ലേ? സാവധാനം ഒഴുകുന്ന പുഴകൾ, വർദ്ധിച്ച എക്കൽ മണ്ണിന്റെ സാന്നിധ്യം. എന്റെ ഉത്തരം തീരപ്രദേശമാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ തീരപ്രദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുക. നമ്മുടെ ആ പരീക്ഷ ഡിസംബറിൽ നടന്ന 2023 PSC പരീക്ഷയ്ക്ക് ആൻസർ ആയിട്ട് തീരപ്രദേശമാണ് നൽകിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ജനവാസമുള്ള മേഖല തീരപ്രദേശമാണ്. സാവധാനം ഒഴുകുന്ന പുഴകൾ, വർദ്ധിച്ച എക്കൽ മണ്ണിന്റെ സാന്നിധ്യം എന്നിവ വരുന്നു. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. വർദ്ധിച്ച എക്കൽ മണ്ണിന്റെ സാന്നിധ്യം മിഡ്ലാൻഡിനേക്കാൾ കൂടുതൽ എവിടെയാണ്? കോസ്റ്റൽ റീജിയൻ ആണ് ഉള്ളത്. പക്ഷെ വിളവൈവിധ്യം എന്നുള്ള വാക്കി പിന്നെ സംശയമൊന്നും വേണ്ട. വിളവൈവിധ്യം കിടക്കുന്നത് കൊണ്ട് ഉത്തരം മിഡ്ലാൻഡ് തന്നെയാണ്. ഇവിടെ ജനവാസ മേഖലയുണ്ട്, പുഴകളുണ്ട്, എക്കൽ മണ്ണിന്റെ സാന്നിധ്യമുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നത് തീരപ്രദേശമാണ്. അങ്ങനെയാണ് ഓപ്ഷനിൽ ഉത്തരം. തീരപ്രദേശത്തെ പ്രധാന മണ്ണിനം ഉപ്പുരസമുള്ള എക്കൽ മണ്ണെന്നോ നിങ്ങൾക്ക് ഉത്തരം എഴുതാവുന്നതാണ്. കേരളത്തിലെ ഒരു ഭൂപ്രകൃതി വിഭാഗത്തിൽ മാത്രം ഉൾപ്പെടുന്ന ജില്ല. ഇത് ഓണപരീക്ഷയ്ക്ക് 2 തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരു ഭൂപ്രകൃതി വിഭാഗത്തിൽ മാത്രം ഉൾപ്പെടുന്ന ജില്ല, അത് ആലപ്പുഴയാണ്. 3 ഭൂപ്രകൃതി വിഭാഗവുമുള്ള പ്രധാന ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം തുടങ്ങിയവയാണ്. പ്രദേശത്തിന്റെ ഭൂരിഭാഗവും മലനാട് ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത്, ഹൈലാൻഡിൽ വരുന്നത് ഇടുക്കി, വയനാട് ജില്ലകളാണ്. ഇടുക്കിയും വയനാടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വർഷം നിങ്ങളെല്ലാം 7ാം ക്ലാസ്സിലാണ്. 7ാം ക്ലാസ്സിൽ പുസ്തകം മാറുകയാണ്. പുതിയ പുസ്തകമാണ്. അപ്പോൾ ഇതുവരെയുള്ള 2015 മുതൽ 2024 വരെയുള്ള USS സോഷ്യൽ സയൻസ് ചോദ്യങ്ങളും കറന്റ് അഫയേഴ്സും, അതായത് നമ്മുടെ USSന് ചോദിച്ചിട്ടുള്ള കറന്റ് അഫയേഴ്സ് മാത്രം, അവയുടെ വിശദീകരണങ്ങളും ഇതുപോലെ സ്റ്റെപ്സിന് വേണ്ടി തയ്യാറാക്കിയ നോട്ടുകളും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് സോഷ്യൽ സയൻസിന് മാത്രമായിട്ട്, പൂർണ്ണമായും സോഷ്യൽ സയൻസ് മാത്രമേ ഉള്ളൂ, 1200-ലധികം ചോദ്യങ്ങളുള്ള വിജയ് എന്ന് പറയുന്ന പുസ്തകം നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. USSന് സോഷ്യൽ സയൻസിന് 20 ചോദ്യങ്ങളാണുള്ളത്. 15 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യമായിട്ടുള്ള 63ലേക്ക് എത്താൻ വളരെയധികം എളുപ്പമായിരിക്കും. ബാക്കിയുള്ള ടോപ്പിക്കുകളും കൂടെ ഒന്ന് പോയാൽ മതി. ഇതിൽ നിന്ന് 1 മാർക്ക് നഷ്ടപ്പെടാതെ നമുക്ക് ആ 15 സ്കോർ ചെയ്തെടുക്കാൻ ഈ പുസ്തകം നിങ്ങളെ സഹായിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഈ പുസ്തകം ആവശ്യമുള്ളവർക്ക് വേണ്ടി കമന്റ് സെക്ഷൻ ഓപ്പൺ ആണ്. നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക.
നമ്മുടെ പുതിയ പുസ്തകത്തിൽ മാറുന്ന പുതിയ പുസ്തകം ഉൾപ്പെടെയുള്ളതിലെ വൺ വേർഡ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കോപ്പികൾ ഉറപ്പാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും തുടർന്നുള്ള മാസങ്ങളിൽ അവതരിപ്പിക്കുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും വിജയ